എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 130 പോയിന്റിൻ്റെ ഒരു ഫോള് നിഫ്റ്റി രേഖപ്പെടുത്തി. എന്നാൽ കൊടാക് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസിൻ്റെയും കൂടാതെ ഇൻഷുറൻസ് മേഖലയിലുള്ള കമ്പനീസിൻ്റെയും എല്ലാം തന്നെ ഇമ്പാക്റ്റ് കൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇന്നലെ 270 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ തന്നെ മെറ്റൽ സ്റ്റോക്കുകളും ബാങ്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ തന്നെ ആ ഒരു ഫർദർ ഫോളിന് ഒരു ചെറിയൊരു സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിഫ്റ്റി വീണ്ടും ഇടിഞ്ഞു. പക്ഷെ ഒരു പ്രത്യേകത ഉള്ള കാര്യം, ഇന്നലെ FIs ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. FIs ഇന്നലെ മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നെറ്റ് ബയേഴ്സാണ് കണ്ടുവരാം. ഇന്നലെ 26 ഓഗസ്റ്റ് FIs 502 കോടി രൂപയുടെ ബൈ, 25 ഓഗസ്റ്റ് 1500 കോടി രൂപയുടെ ബൈ, 24 ഓഗസ്റ്റ് 1181 കോടി രൂപയുടെ ബൈ. അപ്പോൾ ഓൾ ടുഗദർ ഈ ഒരു മാസം 5792 കോടി രൂപയുടെ ബൈ FIs നടത്തിയെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. കൂടാതെ തന്നെ നമ്മളുടെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കി വരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും ഇടിഞ്ഞിരുന്നു. FTSE നെഗറ്റീവായിരുന്നു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി നെഗറ്റീവാണ്. കോസ്പി കൊറിയ പോസിറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും വളരെ പോസിറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ്. ബിറ്റ്കോയിൻ 78,000, ബ്രന്റ് ഓയിൽ 86, സിൽവർ 69, ഗോൾഡ് $4,600. അപ്പോൾ ഗോൾഡ് ശക്തമായിട്ട് കയറി, ബിറ്റ്കോയിൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് എന്ന് പറയുന്നത് കമ്മോഡിറ്റിയിൽ ഗോൾഡ് പൊതുവേ നമുക്ക് രണ്ട് രീതിയിൽ ബൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാൻ പറ്റും. രണ്ട്, ഗോൾഡിൻ്റെ ETF ബൈ ചെയ്യാൻ പറ്റും. ലോങ് ടൈമിലേക്ക് ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ രണ്ടും. എന്നാൽ ഗോൾഡ് ട്രേഡ് ചെയ്യുക മീൻസ് ഇൻട്രാഡേ പോലെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് നമുക്കത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റില്ല, അതിന് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയും. ഗോൾഡിൻ്റെ പല യൂണിറ്റുകൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, കുറഞ്ഞ ക്യാപിറ്റൽ തൊട്ട് കൂടുതൽ ക്യാപിറ്റൽ വരെ. അപ്പോൾ ആ മാർക്കറ്റ് 11:30 വരെയുണ്ട്. നിങ്ങളുടെ സറോദ അപ്സ്റ്റോക്ക് ഇന്ത്യൻ ബ്രോക്കറിൽ നിലവിൽ അതേ ബ്രോക്കറിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യമുള്ളത് JK എനർജിയാണ്. JK എനർജിക്ക് 445 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. BL കമ്പനിക്ക് 730 കോടി രൂപയുടെ ഒരു ഡിഫൻസ് ഓർഡർ കിട്ടി എന്നുള്ളൊരു ന്യൂസ്. ജിയോ ഫിനാൻസ് കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. കമ്പനിയുടെ AUM 30,000 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. IRB ഇൻഫ്ര കമ്പനി 350 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് കമ്പനി ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ള ന്യൂസ് ഉണ്ട്. ജുനിപ്പർ ഗ്രീൻ എനർജി കമ്പനി 25 വർഷത്തേക്ക് SUN ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പുതിയ MDനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം RBI അപ്രൂവ് കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. നിറ്റ്കോ അവർ ഒരു പുതിയ ഒരു ലോധ കമ്പനിയായിട്ട് 4,500 കോടി രൂപയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് സൈൻ ചെയ്തു. BR ഗോയൽ ആൻഡ് ഇൻഫ്ര കമ്പനി 119 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ് ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ലഭിച്ചത്. GR ഇൻഫ്ര പ്രൊജക്റ്റ് 321 കോടിയുടെ GST ഷോക്കേഴ്സ് നോട്ടീസ് കമ്പനിക്ക് കിട്ടി എന്നുള്ള ഒരു വാർത്തയുണ്ട്, ശ്രദ്ധിക്കുക. മാൻ ഇൻഫ്ര കമ്പനിയുടെ റവന്യൂ ടാർഗറ്റ് കമ്പനി 35,000 കോടിയായിട്ട് ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. KSB കമ്പനി ഒരു തിരുത്തുണ്ട്. മാൻ ഇൻഫ്ര കമ്പനിയുടെ റവന്യൂ ടാർഗറ്റ് കമ്പനി 5,000 കോടി രൂപയായിട്ട് ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. 35,000 പ്രീസെയിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ റവന്യൂ ടാർഗറ്റിൽ 25% വർധനവുണ്ട്. ഇനി KSB കമ്പനി ഇവരുടെ റവന്യൂ ടാർഗറ്റ് കമ്പനി 17% ഉയർത്തി എന്നുള്ള ന്യൂസ്. മുഫിൻ ഗ്രീൻ ഫിനാൻസ് കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് കമ്പനി പോസിറ്റീവായിട്ട് നിലനിർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ലെമൺ ട്രീ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. അവർ ഗുജറാത്തിൽ 13 ഹോട്ടൽ അക്യൂർ ചെയ്തു. ടിറ്റാഗ്രഹ റെയിൽ കമ്പനി സൈമൻസ് ആയിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ സ്പോട്ട് നിൽക്കുന്നത് 24
400 എന്ന റേഞ്ചിലാണ് സ്പോട്ട് ഇപ്പോൾ നിൽക്കുന്നത്. 24,500 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നുണ്ട്. PCR 1 ബിലോയാണ്. എനിവേ നമുക്ക് വൈകിട്ട് പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം. താങ്ക് യു ആൾ.